സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം പിൻവലിക്കണമെന്ന് സർക്കാർ. വ്യാപാരികളുടെ ആവശ്യങ്ങളെ സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിക്കുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഭക്ഷണമില്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ജനങ്ങളെയും സർക്കാരിനെയും വ്യാപാരികൾ വിശ്വാസത്തിലെടുക്കണമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിലും പ്രതികരിച്ചു. ഈ മാസം 27 മുതലാണ് റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും സമരക്കാരുമായി ചർച്ച ചെയ്ത് വ്യാപാരികളുടെ ആവശ്യം അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും സമരവുമായി മുന്നോട്ടു പോകാനായിരുന്നു വ്യാപാരികളുടെ തീരുമാനം. സമരം പിൻവലിക്കണമെന്ന് ധനമന്ത്രി സമരക്കാരോട് ആവശ്യപ്പെട്ടു. ഇവര് സാധാരണ ഒരു ട്രേഡ് യൂണിയനോ തൊഴിലാളികളോ എന്ന നിലയിലല്ല ഇത്തരം കാര്യങ്ങളെ കാണുന്നത് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊരു ലൈസൻസീസാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി നടപ്പിലാക്കുന്ന പദ്ധതി സാധാരണക്കാരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഗൗരവത്തോടായിരിക്കും അവർ പെരുമാറുന്നതിന് കരുതുന്നു. സമരത്തെ പരാജയപ്പെടുത്തുകയല്ല സർക്കാർ ലക്ഷ്യമെന്നും എന്നാൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരത്തിലേക്ക് പോകരുതെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്ന സുഹൃത്തുക്കൾ അതിൽ നിന്ന് പിന്മാറി ജനങ്ങളെ ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല എന്നതാണ് ഗവൺമെന്റ് നിലപാട്. സമരക്കാരുടെ ആവശ്യങ്ങളിൽ എത്രത്തോളം പരിഹാരം കാണാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.